ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സീ ഫുഡ് ബോയിൽ എന്നാണ് ഈ റെസിപ്പിയുടെ പേര്. ഇത് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ സീ ഫുഡ് ബക്കറ്റ് എന്ന പേരിൽ കിട്ടുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ അതുപോലത്തെ ഒരു ബക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു പാനിലാണ് ഇത് സെർവ് ചെയ്യുന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, ഇതിൽ സീ ഫുഡാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. 4 ടൈപ്പിലുള്ള സീ ഫുഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു പ്രാവശ്യം ഹോട്ടലിൽ നിന്ന് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ വീട്ടിൽ ട്രൈ ചെയ്യാൻ തോന്നിയതാണ്. മെയിനായിട്ട് ഇതിൽ ഷെൽഫിഷാണ് ഉപയോഗിക്കുന്നത്. കൂന്തൾ, ഞണ്ട്, ചെമ്മീൻ, കല്ലുമക്കായ, ഇത് 4ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ ഇതിലേക്ക് കോണും കൂടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ സാധാരണ കഴിക്കുന്ന സ്വീറ്റ് കോൺ ഇല്ലേ, ആ സ്വീറ്റ് കോണും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിലേക്ക് വേണ്ട കോൺ എടുത്തിട്ടുണ്ട്. ഇത് ക്ലീനാക്കി കഴുകി ചെറിയ പീസസായി കട്ട് ചെയ്യുക. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് ആവിയിൽ വേവിച്ചെടുത്താലും മതി. ചെറിയ പീസസായി കട്ട് ചെയ്യുന്നതാവും നല്ലത്. എന്നാലും നമ്മൾ കറിയിലേക്ക് ഇടുമ്പോൾ അതിൽ എല്ലാത്തിലും മസാലയൊക്കെ പിടിക്കുള്ളൂ. ഇനി ഞാൻ ഇതിലെടുത്തിട്ടുള്ള ഫിഷ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ കൂന്തൽ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചെമ്മീൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഞണ്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് കല്ലുമക്കായ കിട്ടിയിട്ടില്ല, അപ്പോൾ അതിന് പകരം ഞാൻ എരുന്താണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് തോടോട് കൂടി എടുക്കാം കേട്ടോ. ഞാൻ ഓരോന്നും 1/2 കിലോ വീതമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് വേണ്ടതെങ്കിൽ ഒരു 1/4 കിലോ വീതം എടുത്താൽ മതി. ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് നന്നായി കഴുകിയെടുക്കണം. ഇനി ഒരു പാൻ എടുക്കാം. കാരണം ഞണ്ടൊക്കെ ഉള്ളത് കാരണം നോൺ സ്റ്റിക്കിൽ വര വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഒരു 4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഫിഷ് എല്ലാം ഒന്ന് വേവിച്ചെടുക്കലാണ്. അപ്പോൾ എല്ലാം ഒരു 8 മിനിറ്റൊക്കെ വേവിച്ചാൽ മതി. ഇപ്പോൾ ഒന്നിച്ച് തന്നെ ഇടാം. ഇനി സെപ്പറേറ്റ് വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒന്നിച്ചാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പണിയും കുറയും. ഈ ഷെൽ ഫിഷ് ഒന്നും ഒരുപാട് ടൈം വേവിക്കരുത്. ഒരുപാട് ടൈം വേവിച്ചാൽ ഒരു റബ്ബർ പോലെ ആവും. അപ്പോൾ ഒരു 8-10 മിനിറ്റ് മാക്സിമം അതിനുള്ളിൽ നമ്മളിത് വാങ്ങി വെക്കണം. ഇപ്പോൾ ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഷെൽ ഫിഷൊക്കെ ഞാൻ ഇതിൽ നിന്ന് കോരി മാറ്റുകയാണ്. എല്ലാ ഫിഷും എടുത്ത് മാറ്റിയതിന് ശേഷം ഈ സ്റ്റോക്ക് നമ്മൾ എടുത്ത് വെക്കണം. ഈ സ്റ്റോക്ക് നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കാനുള്ളതാണ്. അപ്പോൾ കറിയുടെ മെയിനായിട്ടുള്ള ടേസ്റ്റ് വരുന്നത് ഈ സ്റ്റോക്കാണ്. ഇപ്പോൾ ഈ സീ ഫുഡ് ബക്കറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്, സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സ്വീറ്റ് കോൺ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആണ് വേണ്ടത്. അപ്പോൾ 4 സവാള, 4 തക്കാളി, പിന്നെ കുറച്ച് വെളുത്തുള്ളി എല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇത്ര തന്നെ വേണം കേട്ടോ. നമ്മൾ എത്ര സവാള എടുക്കണോ അത്രയും തക്കാളി എടുക്കുക. ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ അരിഞ്ഞെടുത്ത പച്ചക്കറികളെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഒരു 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് മെൽറ്റായി വരട്ടെ. എന്നിട്ട് ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്നതിന് ശേഷം ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇതുപോലെ തന്നെ വഴറ്റിയെടുക്കാം. നന്നായി മൊരിഞ്ഞ് കിട്ടുമെന്ന് വേണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. നമുക്കിത് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് കൂടി ചേർത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് വീണ്ടും 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി മസാല പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് കുറച്ച് എരിവൊക്കെ ഉണ്ടായാലാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ബാക്കിയുള്ള പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടാതെ ഇതിലേക്ക് കുറച്ച് സോസും കൂടെ വേണം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ സോയ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ആക്കാം. ഉപ്പും എരിവൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഫിഷിൻ്റെ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക. ഇതൊക്കെ ഒന്ന് കുറുകി വരുന്നത് വരെ നന്നായി തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. ഒരു 5-10 മിനിറ്റ് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സീ ഫുഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള സ്വീറ്റ് കോണും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇത്ര ഗ്രേവി വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം ഈ സീ ഫുഡ് ചേർത്താൽ മതി. സീ ഫുഡ് ചേർത്ത് ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഹോട്ടലിൽ നിന്നൊക്കെ ഇത് വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ 4 ഫിഷ് ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പൊറോട്ട, ചപ്പാത്തി, അപ്പം, ചോറ് ഇതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂടെയൊക്കെ ഈ ഒരു കറി മാത്രം മതി, വേറെ ഒരു സൈഡ് ഡിഷിൻ്റെയും ആവശ്യമില്ല. ശരിക്കും ഇത് ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഒരു സ്റ്റീൽ ബക്കറ്റിൽ ഒന്നിച്ചാണ് വിളമ്പുക. ഇതിപ്പോൾ 4 ടൈപ്പ് മീൻ 1/2 കിലോ വീതം ഏകദേശം ഒരു 2 കിലോയോളം മീനുണ്ടാവും. അപ്പോൾ ഇതിലും കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നതെങ്കിൽ മസാല പൗഡേഴ്സും അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.